വിഷു വിപണി ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷിക്കൊരുങ്ങിയ കർഷകരെ കൃഷിവകുപ്പ് കൈവിട്ടതായി പരാതി. പച്ചക്കറി കൃഷിക്ക് യാതൊരു ആനുകൂല്യവും സർക്കാർ അനുവദിക്കുന്നില്ലെന്നും വിഷു ചന്തകൾ നിർത്തലാക്കിയത് തിരിച്ചടിയാവുമെന്നും കർഷകർ പറയുന്നു. വിഷു വിപണി ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷിക്ക് യാതൊരു ആനുകൂല്യവും ഈ വർഷം സർക്കാർ നൽകിയില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. പണമില്ലെന്ന പതിവ് പല്ലവി തന്നെയാണ് കൃഷിവകുപ്പ് ആവർത്തിക്കുന്നത്. വിഷു വിപണിയിലേക്കുള്ള വിത്തുകളുടെയും തൈകളുടെയും വിതരണം ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചെന്നും കർഷകർ ആരോപിക്കുന്നു. കേരളത്തിലെ കർഷകർ വിഷു വിപണി ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷി ചെയ്യാനിരുന്ന കർഷകരെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കൃഷി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് ഇന്ന് ഉൽപ്പാദന മേഖലയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. മുൻകാലങ്ങളിൽ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃഷി വകുപ്പിൻ്റെ കയ്യിൽ നിന്നും വിത്തുകളും തൈകളും ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. എന്നാൽ ഈ കൊല്ലം ഈ പറയുന്ന പണമില്ല എന്നതിൻ്റെ പേരിൽ കർഷകർക്ക് യാതൊരു ആനുകൂല്യവും നൽകാത്ത ഒരു സമീപനമാണ് കൃഷി വകുപ്പ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ വിഷു ചന്തകൾ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ന്യായവിലയ്ക്ക് എടുത്ത് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന വിഷു ചന്തകളും കൃഷി വകുപ്പ് നിർത്തലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഗുണനിലവാരമില്ലാത്ത ഹൈബ്രിഡ് വിത്തുകൾ അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കിയത് വ്യാപക പരാതിക്ക് കാരണമായിരുന്നു. ഇതിൽ പ്രകോപിതരായ കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് ഇക്കുറി വിത്ത് തൈ വിതരണത്തിൽ പ്രതിസന്ധിയുണ്ടാക്കിയതെന്നും കർഷകർ ആരോപിച്ചു. വിഷു വിപണിയിൽ വില നിയന്ത്രിക്കാൻ കൃഷിവകുപ്പ് നടത്തിവന്ന വിഷു ചന്തകളും നിർത്തലാക്കിയിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോട്ടയം.